eDistrict, റവന്യൂ റിക്കവറി, സ്പാർക്ക് ബിംസ് തുടങ്ങിയ സോഫ്റ്റ്വെയറിൽ ഡിജിറ്റലി സിഗ്നേച്ചർ ചെയ്യാനും അതുപോലെ അപ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. പ്രധാനമായിട്ടും ഇതിന് വേണ്ട സോഫ്റ്റ്വെയറുകൾ NIC ഡിസൈൻ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ, അതുപോലെ ജാവ, പിന്നെ അതുപോലെ തന്നെ ഡിജിറ്റൽ സിഗ്നേച്ചർ ടോക്കൺ സോഫ്റ്റ്വെയർ. കോമൺലി ഉപയോഗിക്കുന്നത് പ്രോക്സി എന്ന് പറയുന്ന ഡിവൈസ് ആണ് നിലവിൽ. അതുപോലെ ePass 2003 എന്ന് പറയുന്ന മോഡലും ഉപയോഗിച്ചു വരുന്നു. ഗൂഗിൾ ക്രോം, അതുമായി ബന്ധപ്പെട്ട ഒരു സർട്ടിഫിക്കറ്റ് തുടങ്ങിയ ആപ്ലിക്കേഷനുകളാണ് നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഈ സോഫ്റ്റ്വെയറുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സ്പാർക്കിൻ്റെ സൈറ്റിലോ റവന്യൂ റിക്കവറിയുടെ സൈറ്റിലോ പോയി കഴിഞ്ഞാലും ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അതുമല്ലെങ്കിൽ ഇവിടെ കാണിച്ചിട്ടുള്ള site.google.com/view/mlpm/windows എന്ന സൈറ്റിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ലഭ്യമാകും. ഇവിടെ വിൻഡോസ് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് എങ്ങനെ അതിനുള്ള ഇത്തരം സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് എങ്ങനെ ഡിജിറ്റലി സൈൻ ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള ഒരു ഡെമോൺസ്ട്രേഷൻ ആണ് കാണിക്കുന്നത്. അതിന് ആദ്യമായിട്ട് വേണ്ടത് നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഗൂഗിൾ ക്രോം ലേറ്റസ്റ്റ് വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. ജാവ ലേറ്റസ്റ്റ് വേർഷൻ, NIC ഡിസൈൻ, ഡിജിറ്റൽ സിഗ്നേച്ചർ ടോക്കൺ, ഇത്രയും സോഫ്റ്റ്വെയറുകളാണ് നമുക്ക് ആകെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണിക്കാം. നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് ഗൂഗിൾ ക്രോം ലേറ്റസ്റ്റ് വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയ കമ്പ്യൂട്ടർ ആണെങ്കിൽ അതിൻ്റെ സെറ്റിംഗ്സ് ഹെൽപ്പ് എന്ന് പറഞ്ഞ മെനുവിൽ എബൌട്ട് ഗൂഗിൾ ക്രോം എന്നുള്ളത് ചെക്ക് ചെയ്ത് ലേറ്റസ്റ്റ് വേർഷൻ ഗൂഗിൾ ക്രോം ആണോ എന്ന് വെരിഫൈ ചെയ്യേണ്ടതാണ്. ക്രോം ഈസ് അപ് ടു ഡേറ്റ് എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ അത് ലേറ്റസ്റ്റ് വേർഷൻ ആണെന്ന് മനസ്സിലാക്കാം. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള sites.google.com/view/mlpm/windows എന്ന സൈറ്റിൽ കയറി eDistrict സ്പാർക്ക് ബിംസ് എസെൻഷ്യൽ സോഫ്റ്റ്വെയറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട എല്ലാ സോഫ്റ്റ്വെയറുകളും ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ജാവയും NIC ഡിസൈനും പ്രോസ്കിയുടെ സോഫ്റ്റ്വെയറും ഡിജിറ്റൽ സൈനർ സോഫ്റ്റ്വെയറും അതുപോലെ തന്നെ ഗൂഗിൾ ക്രോം ലേറ്റസ്റ്റ് വേർഷൻ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുകൂടി വേണം. തുടർന്ന് ഡൗൺലോഡ് ഫോൾഡറിൽ പോയിട്ട് ജാവ ഇൻസ്റ്റാൾ ചെയ്യുക. സാധാരണ പോലെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ജാവ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് പൂർത്തീകരിക്കുക. തുടർന്ന് നെക്സ്റ്റ് എന്ന് കൊടുക്കുക. ഓൾറെഡി നമ്മളുടെ കമ്പ്യൂട്ടറിനകത്ത് ജാവയും മറ്റു സോഫ്റ്റ്വെയറുകളും അവൈലബിൾ ആണെങ്കിൽ അത് കൺട്രോൾ പാനൽ പ്രോഗ്രാംസിൽ പോയിട്ട് അത് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഉണ്ട് എന്നുണ്ടെങ്കിൽ പുതുതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യകതയില്ല. ജാവ ഇൻസ്റ്റാളേഷൻ സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ട്. ക്ലോസ് ചെയ്യുക. NIC ഡിസൈൻ ഒരു സിപ്പ് ഫോൾഡർ ആണ്, അതൊന്ന് എക്സ്ട്രാക്ട് ചെയ്യുക. തുടർന്ന് വരുന്ന ഫോൾഡറിൽ നിന്ന് NIC ഡിസൈൻ വിൻഡോസ് സെലക്ട് ചെയ്തു. NIC ഡിസൈൻ എന്ന ആപ്ലിക്കേഷൻ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ കൊടുക്കുന്നു. ഓൾറെഡി ജാവ ഉണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. ജാവ ഇല്ലെങ്കിൽ ജാവയുടെ സൈറ്റിലേക്ക് പോയി അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു നിർദ്ദേശമാണ് നൽകുന്നത്. അത് ക്ലോസ് ചെയ്ത ശേഷം നെക്സ്റ്റ് കൊടുക്കുന്നു. ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഓക്കെ, ഇൻസ്റ്റാളേഷൻ പൂർത്തീകരിച്ചിരിക്കുന്നു. ജസ്റ്റ് ഫിനിഷ് കൊടുക്കുന്നു. NIC ഡിസൈൻ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് നമ്മളുടെ ഡിജിറ്റൽ സിഗ്നേച്ചറിന്റെ സോഫ്റ്റ്വെയർ, നമ്മളിവിടെ ഉപയോഗിക്കുന്ന പ്രോസ്കി എന്ന് പറയുന്ന ഡിവൈസ് ആണ് ഉപയോഗിക്കുന്നത്. അതാണ് ഇപ്പോൾ കോമൺ ആയിട്ട് ഉപയോഗിച്ചു വരുന്ന ഒരു ഡിവൈസ്. അത് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് ഫയൽ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ചോദിക്കുന്നു. യെസ് അമർത്തുക. 2 പ്രാവശ്യമായിട്ട് 2 സർട്ടിഫിക്കറ്റ് ഫയലുകളാണ്, രണ്ടും യെസ് അമർത്തുക. ശേഷം ഫിനിഷ് അമർത്തുക. ഡിജിറ്റൽ സിഗ്നേച്ചറിന്റെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ പൂർത്തീകരിച്ചിട്ടുണ്ട്. നമ്മളുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ സിസ്റ്റത്തിൽ കണക്ട് ചെയ്യുക. ശേഷം NIC ഡിസൈൻ എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ ഡബിൾ ക്ലിക്ക് ചെയ്തിരുന്നു റൺ ചെയ്യുന്നു. റൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ടാസ്ക് ബാറിനകത്ത്
ഇവിടെ കാണാൻ സാധിക്കും NIC ഡിസൈൻ സോഫ്റ്റ്വെയറിൻ്റെ സിമ്പിൾ. അതിൻ്റെ റൈറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഇവിടെ നമ്മളുടെ ടോക്കൺ സെലക്റ്റഡ് എന്നുള്ളതിൽ പോയിട്ട് ക്രോസ് കീ തന്നെയാണോ സെലക്റ്റഡ് എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾ ePass എന്ന് പറയുന്ന ടോക്കൺ ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അതിൻ്റെ ഡ്രൈവറാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ചെക്ക് ലിസ്റ്റിൽ ePassൻ്റെ പേര് വരും, ആ പേര് സെലക്ട് ചെയ്യേണ്ടതാണ്. ഏതാണോ ഡിവൈസ് ഉപയോഗിക്കുന്നത് അത് ഇവിടെ സെലക്ട് ചെയ്ത് സേവ് ചെയ്യുക. ഇത് വൺ ടൈം പ്രോസസ്സാണ്. ഇനി ഡിവൈസ് മാറുന്ന സമയത്ത് മാത്രമാണ് വീണ്ടും നമുക്കത് സെലക്ട് ചെയ്യേണ്ടി വരിക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ്റെ ഭാഗമുള്ളത്. ഇനി നമ്മളുടെ ഗൂഗിൾ ക്രോം വെബ് ബ്രൗസറിൽ അതിൻ്റെ സെറ്റിങ്സ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു പ്രോസസ്സ് കൂടി മാത്രമേ ഉള്ളൂ. അത് ചെയ്യേണ്ട വിധം നമ്മളുടെ വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക. തുടർന്ന് നമ്മൾ ഒരു സർട്ടിഫിക്കറ്റ് ഫയൽ ഡൗൺലോഡ് ചെയ്യുന്നു, അത് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. നമ്മളുടെ സെറ്റിങ്സ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം സെർച്ചിൽ സർട്ടിഫിക്കറ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ട് ടാബ് നമുക്ക് ഓപ്പൺ ആയി വരും. സെക്യൂരിറ്റിയിൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മാനേജ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ, അതിനകത്ത് ട്രസ്റ്റ് റൂട്ട് സർട്ടിഫിക്കറ്റ് അതോറിറ്റീസ് ക്ലിക്ക് ചെയ്യുക. അതിൽ ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ ഓൾറെഡി ഉണ്ടായിരിക്കും. നമ്മളുടെ ഡൗൺലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റ് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നു, നെക്സ്റ്റ് കൊടുക്കുന്നു. നമ്മൾ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത ലൊക്കേഷൻ ബ്രൗസ് ചെയ്യുന്നു. ഡൗൺലോഡ്സിൽ DSC സൈനർ സർട്ടിഫിക്കറ്റ് CA എന്നുള്ള സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. തുടർന്ന് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഫിനിഷ് ചെയ്യുന്നു. സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്യണോ എന്നുള്ള മെസ്സേജ് ചോദിക്കുന്നു, യെസ് എന്ന് അടിക്കുന്നു. ഇമ്പോർട്ട് വാസ് സക്സസ്ഫുൾ, ഓക്കെ, ക്ലോസ് ചെയ്യുന്നു. ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. ബ്രൗസറിനകത്ത് ഒരു സെറ്റിങ്സ് കൂടി അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. അതിന് നിങ്ങൾ ക്രോം വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്ത് അഡ്രസ് ബാറിൽ chrome://flags എന്ന് എൻ്റർ ചെയ്യുക. തുടർന്ന് ലിസ്റ്റ് ചെയ്യുന്നതിൽ അലോ ഇൻവാലിഡ് സർട്ടിഫിക്കറ്റ് ഫോർ റിസോഴ്സ് ലോഡർ ഫ്രം ലോക്കൽ ഹോസ്റ്റ് എന്നുള്ളത് ഡിസേബിൾ ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ അത് പോയിട്ട് എനേബിൾ ചെയ്യുക. ശേഷം ക്ലോസ് ചെയ്ത് chrome://flags എന്ന ഓപ്ഷൻ എൻ്റർ ചെയ്യുന്നു. ശേഷം ഇൻസെക്യൂർ എന്നടിക്കും. അതായത് അലോ ഇൻവാലിഡ് സർട്ടിഫിക്കറ്റ് ഓഫ് റിസോഴ്സ് ലോഡർ ഫ്രം ലോക്കൽ ഹോസ്റ്റ്, അലോ ഇൻസെക്യൂർ ലോക്കൽ ഹോസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യേണ്ടതുണ്ട്. എനേബിൾ ചെയ്യുന്നു. ശേഷം താഴെ കാണുന്ന റീലോഞ്ച് കൊടുക്കും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മളുടെ ബ്രൗസറിൽ സെറ്റ് ചെയ്യേണ്ടത് ഉള്ളത്. തുടർന്ന് നമ്മളുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ ഉപയോഗിച്ചിട്ട് ഫയൽ ഡിജിറ്റലി സൈൻ ചെയ്യാവുന്നതാണ്. റവന്യൂ റിക്കവറി പോർട്ടലിലും റിലീസ് പോർട്ടലിലും eDistrict പോർട്ടൽ, സ്പാർക്ക് ബിംസ് പോർട്ടലുകൾ, KBTയുടെ പോർട്ടലുകൾ തുടർന്ന പോർട്ടലുകളിൽ എല്ലാ ഡിജിറ്റൽ സിഗ്നേച്ചർ ഉപയോഗിച്ച് ചെയ്യേണ്ട അപ്രൂവലും ഡിജിറ്റലി സൈനിങ്ങും തുടർന്ന് ചെയ്യാവുന്നതാണ്.